ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ജീവിതകാലത്തിൽ ഏകദേശം 1.8 കിലോഗ്രാമോളം ലിപ്സ്റ്റിക്കാണ് അവരറിയാതെ തന്നെ അവരെ വയറ്റിലെത്തിക്കുന്നത്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? 20 വയസ്സിൽ, അല്ലെങ്കിൽ 25 വയസ്സിൽ, അല്ലെങ്കിൽ 30 വയസ്സിലായിരിക്കില്ലേ നിങ്ങൾ തുടങ്ങിയിരിക്കുക. എന്നാൽ 5ഉം 6ഉം വയസ്സിലാണ് നമ്മുടെ മക്കൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അവരുടെ ലൈഫിൽ ഇത് കാരണം ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. നമ്മൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കും അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ സൗന്ദര്യ എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിനിലൂടെ പിടിച്ചെടുത്ത ലിപ്സ്റ്റിക്കുകളിൽ നിന്നും ഫേസ് ക്രീമുകളിൽ നിന്നും കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അളവിലുള്ള മെർക്യൂറിയാണ്. ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അനുവദനീയമായിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് 1 ppm മെർക്യൂറിയാണ്. എന്നാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ലിപ്സ്റ്റിക്കിലും ഫേസ് ക്രീമിലും കണ്ടെത്തിയ മെർക്യൂറിയുടെ അളവെന്ന് പറയുന്നത് ഏകദേശം 12,000 ppm വരെയാണ്. അതായത് 12,000 ഇരട്ടിയാണ് ഇത്തരം പ്രൊഡക്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന മെർക്യൂറിയുടെ അളവ്. മെർക്യൂറി മാത്രമല്ല, നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ പല ഭാഗങ്ങളിലും കണ്ടിട്ടുള്ള ലെഡ്, നിക്കൽ, കാഡ്മിയം, ക്രോമിയം ഇത്തരത്തിലുള്ള പല ഹെവി മെറ്റൽസും ലിപ്സ്റ്റിക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ബ്യൂട്ടി ഇൻഡസ്ട്രി ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചേക്കുന്ന ലെവൽ എന്താന്നുള്ളത്. കുഞ്ഞുങ്ങളെ അടക്കം ലിപ്സ്റ്റിക് ഇടിക്കുമെന്ന് കുറച്ച് മൾട്ടിനാഷണൽ കമ്പനി മുതലാളിമാർ തീരുമാനിച്ച് അവരതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്തു. ഡോക്ടർമാരും ടീച്ചർമാരും അടക്കം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവരാരും ഇതിനെപ്പറ്റിയുള്ള ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തോ പറയാറില്ല. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം എന്തിനാണ് മുഖത്തിടുന്നതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും കിട്ടാറുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് കിട്ടാനാണെന്നാണ് പറയുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോൾ മാഞ്ഞു പോകുന്ന കോൺഫിഡൻസ് അല്ലേ? നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും നിലനിൽക്കുന്നതാണ് ട്രൂ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്. അത് വരുന്നത് സ്വന്തം ക്യാരക്ടറിൽ നിന്നും നമ്മുടെ അറിവിൽ നിന്നും നമ്മൾ കീപ്പ് ചെയ്യുന്ന വാല്യൂസിൽ നിന്നുമാണ്. അതാണ് ശരിയായ കോൺഫിഡൻസ്, മാഞ്ഞു പോവാതെ നിൽക്കുന്ന കോൺഫിഡൻസ്. പൊന്നും കുടത്തിന് എന്തിനാ പൊട്ടെന്ന് പറഞ്ഞ പോലെ കുട്ടിയൊക്കെ എന്തിനാ ലിപ്സ്റ്റിക്?